എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 അലോട്ട്മെൻറ്റിൻ്റെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്, സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്, സ്കൂൾ കോഴ്സ് ഡിസ്ട്രിക്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷ നാളെ മുതൽ ആണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങളുമായി പങ്കുവെക്കുന്നത്. കുറച്ച് ദൈർഘ്യമേറും, അതുകൊണ്ട് തന്നെ മുഴുവൻ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും +1 അലോട്ട്മെൻറ്റ് സംബന്ധിച്ചുള്ള വിവരങ്ങൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വിളിക്കുക. +1 അലോട്ട്മെൻറ്റ് സെക്കൻഡ് ട്രാൻസ്ഫർ തമ്മിൽ കൊടുക്കാൻ മറന്നുപോയതാണ് സെക്കൻഡ് ട്രാൻസ്ഫർ എന്നുള്ളത്. അപ്പോൾ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഞാൻ കൂട്ടിച്ചേർത്തുള്ളത്. അപ്പോൾ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സ്കൂൾ കോഴ്സ് ഡിസ്ട്രിക്റ്റ്, നിങ്ങൾക്ക് ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കും ഒരു സ്കൂളിലെ അതേ ഒരു കോഴ്സിലേക്കും നിങ്ങൾക്ക് മറ്റ് ജില്ലയിലേക്കും വരെ മാറാൻ പറ്റുന്ന ട്രാൻസ്ഫറാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് വേണമെങ്കിലും ഇപ്പോൾ ട്രാൻസ്ഫറിനായി നാളെ തൊട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ്. hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. hscap എന്ന 5 അക്ഷരമുണ്ടല്ലോ, ആ 5 അക്ഷരം നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് hscapൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്കായിരിക്കും പോകുന്നത്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണും. ആ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം എന്ത് ചെയ്യണം, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും ഡിസ്ട്രിക്റ്റ് ജില്ലയും നൽകി ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്ഷൻ അവിടെ ഉണ്ട്, പക്ഷേ അത് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണ്. നിങ്ങൾക്കുള്ള കാൻഡിഡേറ്റ് ലോഗിൻ, ഇത് ട്രാൻസ്ഫറിൻ്റെ അലോട്ട്മെൻറ്റ് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം മാത്രമേ വരുള്ളൂ. ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ലൈയിങ് ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്ക് അവിടെ കാണും. സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്ക് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 1 by 1 ആയിട്ട് ഓപ്ഷനുകൾ എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ട്രാൻസ്ഫർ 3 രീതിയിലാണുള്ളത്. ഒന്ന്, ഒരു സ്കൂളിലെ മറ്റൊരു കോഴ്സിൽ, അതായത് ഇപ്പം ഒരു സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കാണെങ്കിൽ കൊമേഴ്സിലേക്കോ സയൻസിലേക്കോ മാറാം, അങ്ങനെയാണ് ഒന്നാമത്തെ ഘടകം. ഇനി മറ്റൊരു സ്കൂളിലെ അതേ ഒരു കോഴ്സിലേക്ക്, ഒരു സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് മറ്റൊരു സ്കൂളിലെ അതേ കോഴ്സിലേക്കും പോവാം. മൂന്നാമത്തെ തരത്തിലാണ് സ്കൂളും കോഴ്സും മാർക്ക്. അതായത് ഒരു സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് മറ്റൊരു സ്കൂളിൽ സയൻസ് പഠിക്കാൻ സാധിക്കും. അങ്ങനെ 3 തരത്തിലാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടക്കുക. പിന്നെ നാലാമത്തെ ഒരു തരമാണ് ഡിസ്ട്രിക്റ്റ് ട്രാൻസ്ഫർ. ഒരു ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് അപ്ലൈ ചെയ്യാം. അതിന് നിങ്ങൾ മറ്റു ജില്ലയിലെ ഏത് സ്കൂളിലേക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത് ആ സ്കൂളുകൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഓപ്ഷനിൽ നിങ്ങൾ ഉൾപ്പെടുത്തി നൽകേണ്ടതാണ്. അങ്ങനെ മാത്രമാണ് നിങ്ങൾക്ക് പോകാൻ സാധിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിങ്ങൾക്ക് പോകാം. എന്തായാലും അപേക്ഷ നാളെ മുതലാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ട നിർബന്ധമാണ്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അപേക്ഷിക്കുന്നുണ്ട്, കാര്യമുണ്ടോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുമ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, കേരളത്തിൽ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് 35,000-ഓളം സീറ്റുകളാണ് ഒഴിഞ്ഞു കിടന്നത്. അതിൽ 12,700 അപേക്ഷകളോളം മാത്രമേ വന്നിട്ടുള്ളൂ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്. അതിൽ 666 അപേക്ഷകളെ അലോട്ട്മെൻറ്റിൽ തെറ്റ് കാരണവും മറ്റ് പിഴവുകൾ കാരണവും പുറത്താക്കി, മറ്റ് കാരണങ്ങളാലും. ബാക്കിയുള്ള 12,047 വിദ്യാർത്ഥികളെ മാത്രമാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി പരിഗണിച്ചത് വരെയുള്ളൂ.
പരിഗണിച്ചിട്ട് ഉള്ളൂ 12,047 വിദ്യാർത്ഥികളെ. അപ്പോൾ ഈ 12,047 വിദ്യാർത്ഥികളിൽ എത്ര പേർക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു, എത്ര പേരും ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്ത് നിൽപ്പുണ്ട്? അപ്പോൾ അന്നേരം വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം 35,000-ഓളം വേക്കൻസികളായിരുന്നു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് കേരളത്തിൽ ഒഴിഞ്ഞു കടന്നത്. അതിൽ 12,000 സംതിങ് അപേക്ഷകൾ മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി നമുക്കൊരു ഏകദേശം ഒരു കണക്കെന്ന് പറയുന്നത് 95% ശരിയുള്ള കണക്കെന്ന് പറയുകയാണെങ്കിൽ കേരളത്തിലൊരു 23,000-ഓളം സീറ്റുകൾ ഇപ്പോഴും കേരളത്തിൽ ഒഴിഞ്ഞു കിടപ്പുണ്ട്. 23,000-ഓളം വേക്കൻസി ഇതുവരെ ആളുകളില്ലാതെ കേരളത്തിൽ ഒഴിഞ്ഞു കിടപ്പുണ്ടെന്നുള്ളതാണ് വാസ്തവം. 23,000-ഓളം വേക്കൻസി ഇപ്പോൾ കേരളത്തിൽ നിലവിൽ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ട്രാൻസ്ഫർ നടത്തുന്നതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് വെച്ചാൽ കാര്യമുണ്ട്. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും ഇഷ്ടപ്പെട്ട കോഴ്സും ലഭിക്കുമെന്നുള്ളത് ഒരു 90% ഉറപ്പാണ്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും ഇഷ്ടപ്പെട്ട കോഴ്സും ലഭിക്കുമെന്നുള്ളത് ഒരു 90% ഉറപ്പുള്ള കാര്യമാണ്. കാരണം സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് പോലും 23,000-ഓളം വേക്കൻസി ഒഴിഞ്ഞു കിടപ്പുണ്ട്. കറക്റ്റ് വേക്കൻസി ലിസ്റ്റ് എന്ത് ചെയ്യും? നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് വരും. 23,000-ഓളം ഒന്നുമില്ലെങ്കിലും 22,000 വേക്കൻസിയൊക്കെ എന്തായാലും കേരളത്തിൽ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അങ്ങനെ വരുമ്പോൾ നാളെ വേക്കൻസി ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതിൽ പരിശോധിച്ച് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിലൊക്കെ 10-20 വേക്കൻസികളൊക്കെ ചിലപ്പോൾ വന്നിരിക്കാം. എന്തായാലും കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ അക്കാഡമി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.